ഒന്നാം വാർഡിൽ നിന്നുള്ള അസ്കറിന്റെ മരണത്തോടെ UDFന്റെ അംഗബലം 16ആയി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെയ്യമ്പാടി കുഞ്ഞിപ്പയെ 19ാം വാർഡ് അംഗം ജ്യോതി നിർദ്ദേശിക്കുകയും 22ലെ കെ സൽമ പിന്താങ്ങുകയും ചെയ്തു. LDFിലെ KVA ഖാദറിനെ 14ാം വാർഡിൽ നിന്നുള്ള അംഗം ടി സമീർ നിർദ്ദേശിക്കുകയും 15ാം വാർഡിൽ നിന്നുള്ള ജിനീഷ് പിന്താങ്ങുകയും ചെയ്തു. തെയ്യമ്പാടി കുഞ്ഞിപ്പയ്ക്ക് 16ഉം ഖാദർകുട്ടി വിശാരത്തിന് 7ഉം വോട്ടുകൾ ലഭിച്ചു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞിപ്പ വരണാധികാരി തിരൂർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സെയ്തലവി മുൻപാകെ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെയ്തലവി ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞിപ്പയെ UDF നേതാക്കളും പ്രവർത്തകരും ഹാരാർപ്പണം നടത്തി. മുഹ്സിൻ ബാബു, KV മൊയ്തീൻകുട്ടി, O രാജൻ, PS ഹമീദ് ഹാജി, ഫാറൂഖ്, PA മുസ്തഫ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു.